Hi all, welcome to CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവോദയ എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ലേ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്തണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if one number is thrice the other and their sum is 20, then the numbers are. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഒരു നമ്പർ ഈസ് ത്രൈസ് ദ അതർ നമ്പർ ആണെന്ന് അല്ലേ. അപ്പോൾ അതായത് നമ്മളുടെ കയ്യിൽ ഒരു ഫസ്റ്റ് ഒരു നമ്പർ ഉണ്ട്, ഒരു സെക്കൻഡ്, രണ്ട് നമ്പർ ഉണ്ട്. അതിൽ ഒരു നമ്പർ, അതായത് ഈ രണ്ടാമത്തെ നമ്പർ ഞാൻ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണെന്നാ പറഞ്ഞത്? ഫസ്റ്റ് നമ്പർ ഈസ് ത്രൈസ് ദ അതർ നമ്പർ അല്ലേ. ഫസ്റ്റ് നമ്പർ ഈസ് ത്രൈസ് ദ സെക്കൻഡ് നമ്പർ. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 times അല്ലേ. ദാറ്റ് ഈസ് എക്സ് ആണെങ്കിൽ ഇത് 3x ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അവരുടെ സം, ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 20 കിട്ടുമെന്ന്. ദാറ്റ് ഈസ് 3x + x = 20. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്പേഴ്സും കിട്ടും. ക്ലിയർ ആണോ? സോ 3x + x 4x. 4x = 20. ദെൻ എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 20/4 അല്ലേ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം ഈക്വൽ ടു ഈ സൈഡ് വരുമ്പോഴത്തേക്ക് ഡിവിഷൻ ആണോ അല്ലേ. 20/4 5 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 കിട്ടും. ഇനി നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്പേഴ്സ്? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നമ്പർ നമുക്ക് 5 എന്നും കിട്ടി. ഒന്നാമത്തെ നമ്പർ എന്താ? 3 × 5 15. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 5 and 15 അല്ലേ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ, 5ഉം 15ഉം. ക്ലിയർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാഫ് ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 18, ദെൻ ദ സം ഈസ് 46. ഫൈൻഡ് ദ നമ്പർ. നമ്മളുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട് എക്സ്. ആ എക്സിൻ്റെ പകുതി എടുക്കണം അല്ലേ. ഹാഫ് ഓഫ് എ നമ്പർ x/2. ആ ഹാഫിനെ നമ്മൾ 18ൻ്റെ കൂടെ ആഡ് ചെയ്താൽ അല്ലേ, 18ൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സം 46 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എന്നാൽ നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. നമ്മുടെ നമ്പർ എക്സ് ആണ്, അത് ആ നമ്പറിൻ്റെ ഹാഫ് എടുത്തു, 18ൻ്റെ കൂടെ ആഡ് ചെയ്തു, നമുക്ക് സം കിട്ടി 46. ഇനി സോൾവ് ചെയ്തേ. ദാറ്റ് ഈസ് x/2 = വേരിയബിൾ ഉള്ളത് ഇവിടെ കോൺസ്റ്റന്റ് അപ്പുറത്തെ സൈഡിൽ പോയാൽ എന്ത് വരും? 46 - 18. 8 28 അല്ലേ. ദാറ്റ് ഈസ് x/2 = 28. ഇനി എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 28. ഇവിടെ ഡിവിഷൻ ചെയ്യുന്നത് ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇൻറ്റു 2. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 56. എക്സിൻ്റെ വാല്യൂ ഓപ്ഷൻ ബി 56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് 2 numbers are in the ratio 4:3. If sum of these 2 numbers is 35, find the number. ഇപ്പോൾ റേഷ്യോ പറഞ്ഞേക്കുവാണ് 4:3. ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതണം? ഫസ്റ്റ് നമ്പർ, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. ഇതിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ 4x എന്നും സെക്കൻഡ് നമ്പറിനെ 3x എന്നും കൊടുക്കുക. ക്ലിയർ ആണോ? അത് റേഷ്യോ എവിടെ തന്നാലും അതേപോലെ തന്നെ ചെയ്തോളുക. എന്താണ്? രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ 4x എന്നും സെക്കൻഡ് നമ്പറിനെ നമ്മൾ 3x എന്നും കൊടുക്കുന്നു. ക്ലിയർ ആണോ? ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം 35 ആണ്. അതായത് 4x + 3x = 35. ഇനി ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? 4x + 3x 7x = 35. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 35/7 5. അപ്പോൾ എക്സ് കിട്ടി. ഇനി നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാ? നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്? 4x എന്നും 3x എന്നും അല്ലേ. ദാറ്റ് ഈസ് 4 × 5ഉം അതേപോലെ 3 × 5ഉം 20ഉം 15ഉം. ക്ലിയർ ആണോ? 20 and 15. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if sum of 5 consecutive even numbers is 340, then find the smallest number. എന്താ ഈ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ഈവൻ നമ്പർ. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 4 6 8 ഇത് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് അല്ലേ. അല്ലെങ്കിൽ 12 14
16, 18 ഇതൊക്കെയാണ് കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ്. അപ്പം പറയുവാണ് ഏതോ ഒരു നമുക്കറിയില്ല ഏതോ അടുത്തടുത്തുള്ള 5 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് 340 ആണ്. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആദ്യത്തെ ഈവൻ നമ്പർ ഞാൻ എക്സ് ആണെന്ന് എടുത്തു എങ്കിൽ അടുത്ത ഈവൻ നമ്പർ എന്തായിരിക്കും? നമുക്കറിയാം ഈവൻ നമ്പർ എന്നാൽ +2 കൂട്ടി പോവുക അല്ലേ? സോ ആദ്യത്തെ ഈവൻ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? x+2 ആയിരിക്കും. അതിൻ്റെ അടുത്തതോ ഇതിൻ്റെ കൂടെ ഒരു 2ഉം കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x+2 +2 ദാറ്റ് ഈസ് x+4 ആയിരിക്കും. അടുത്തതോ ഇതിൻ്റെ കൂടെ ഒരു 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് x+6. അടുത്തത് ചെയ്യാൻ x+8. ഇതേപോലെ തന്നെയാണ് ഓഡ് നമ്പറും അല്ലേ? ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ 3, 5, 7 3 + 2 5 5 + 2 7 അല്ലേ? അപ്പോൾ എക്സ് ആണ് ഓഡ് നമ്പർ എന്ന് അസ്യൂം ചെയ്താലും x+2 x+4 x+6 അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഈവൻ നമ്പേഴ്സ് 5 ആയില്ലേ? 1 2 3 4 5 ഈവൻ നമ്പേഴ്സ് കിട്ടി. അതിൻ്റെ സമ്മ് 340 ആണ്. അതായത് ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 340 എന്ന് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനകത്തെ ചെറിയ നമ്പർ ഏതാ? നമ്മൾ ആദ്യം എഴുതിയത ചെറുതല്ലേ? അങ്ങോട്ട് പോകുന്നതിന് കൂടി വരുമല്ലേ? അപ്പോൾ ഇതാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം എക്സ് എല്ലാം കൂടെ സോൾവ് ചെയ്ത് എത്ര എക്സ് ഉണ്ട്? 5x ഉണ്ടല്ലേ? സോ 5x പ്ലസ് നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തേ 2 + 6 12 8 20 അല്ലേ? എല്ലാം കൂടെ ആഡ് ചെയ്താൽ 20 = 340. ദാറ്റ് ഈസ് 5x = 340 minus 20 that is 320. that is 5x = എന്ത് കിട്ടി? 320. ഇനി x will be equal to 320/5. ക്ലിയർ ആണോ? എന്ത് വരും? 64. ഡിവൈഡ് ചെയ്യുക 320/5 ഡിവൈഡ് ചെയ്യുക 64. അപ്പോൾ ഏത് ഓപ്ഷൻ വന്നത്? ഓപ്ഷൻ ബി 64. ക്ലിയർ ആണോ? ഈ 2025 നവോദയ എക്സാം എഴുതുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നവോദയ എക്സാമിനേക്കുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. വീഡിയോ ക്ലാസ്സുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതിൻ്റെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും സ്റ്റഡി മെറ്റീരിയലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഉണ്ട്. അതേപോലെ മോഡൽ എക്സാംസ് അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഒന്ന് എഴുതി നോക്കണ്ടേ? എന്നാലല്ലേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ മോഡൽ എക്സാമുകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് 4 less than the denominator. If 1 is added to both its numerator and denominator, it become 1/2. Find the fraction. എന്താണ്? ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 4 less than ഡിനോമിനേറ്റർ ആണെന്ന് അല്ലേ? അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ ഒരു ന്യൂമറേറ്റർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? p/q ഫോമിലായിരുന്നു അല്ലേ? അതിൻ്റെ ഡിനോമിനേറ്റർ ഞാൻ എക്സ് ആണെന്ന് അസ്യൂം ചെയ്താൽ ന്യൂമറേറ്റർ എന്താണെന്നാണ് പറയുന്നത്? 4 less than ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനെക്കാട്ടിൽ 4 കുറവാണ് അല്ലേ? അപ്പം ഞാൻ എക്സ് ഡിനോമിനേറ്റർ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്താണ്? x-4 ആണ്. ക്ലിയർ ആണോ? ഏതോ ഒരു വാല്യൂ, ആ വാല്യൂ എക്സ് എന്ന് ഞാനിവിടെ അസ്യൂം ചെയ്താൽ ന്യൂമറേറ്റർ വന്നിട്ട് അതിൽ നിന്ന് 4 കുറവാണ്, x-4. അപ്പം ഇതാണ് എൻ്റെ ഫ്രാക്ഷൻ x-4/4 അല്ലേ? ഇനി എന്താ പറയുന്നത്? ഇഫ് 1 ഈസ് ആഡഡ് ടു ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെയും +1 ആഡ് ചെയ്തു, ഇവിടെയും +1 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? x-4 +1 എന്താണ്? x-3 അല്ലേ? ഇനി ഇതെന്തായി? x+1. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ എന്തായി എന്നാ പറഞ്ഞേ? 1/2 ആയി. അതായത് 1/2 തുല്യമാകും. ദാറ്റ് ഈസ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2 ഈക്വൽ ആണ്. ക്ലിയർ ആണോ? ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ? ഒരു ലീനിയർ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് സോൾവ് ചെയ്യുക. ക്ലിയർ ആണോ? എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × x-3 = 1 × x+1. സോൾവ് ചെയ്തകത്തോട്ട് ഏറ്റിയേ 2x - 2 × -3 -6 = x+1. ഇനി എന്ത് ചെയ്യണം? x ഒരു സൈഡിലേക്കും കോൺസ്റ്റന്റ് ഒരു സൈഡിലേക്കും. ഓക്കെ, 2x - x = ഈ -6 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് +6 ആയി അല്ലേ? 1 + 6. ക്ലിയർ ആണോ? 2x - x x = 7.
എന്ത് കിട്ടി? x7 കിട്ടി. നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ എഴുതിയേ. x എന്ന് ഞാൻ അസ്യൂം ചെയ്ത് എന്തായിരുന്നു? നമ്മുടെ ഡിനോമിനേറ്റർ ആയിരുന്നു അല്ലേ? നമ്മൾ ആദ്യം x എന്ന് അസ്യൂം ചെയ്തു, x-4 എന്ന് അസ്യൂം ചെയ്തു അല്ലേ? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത് അല്ലേ? അപ്പോൾ താഴെ ഡിനോമിനേറ്റർ 7ഉം ന്യൂമറേറ്റർ എന്താ? അതിൽ നിന്ന് 4 കുറവ്, ദാറ്റ് ഈസ് 7 - 4 3യും. എന്താണ് ആൻസർ വരുന്നത്? 3/7. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 3/7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇതും നമ്മുടെ ഇതിനകത്ത് വരുന്നതാണ്. ഈ ഒരു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിനകത്ത് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ് ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. Neha's mother is 43 years old. 2 years from now, her mother's age will be 3 times her present age. What is Neha's present age? രണ്ട് പേരുടെ കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ? നേഹയെ പറ്റിയും പറയുന്നുണ്ട്, നേഹയുടെ മദറിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. 2 years from now, 2 വർഷം കഴിഞ്ഞിട്ട് മദേഴ്സ് ഏജ് വിൽ ബി 3 times ഹെർ പ്രസൻറ്റ് ഏജ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതുക ആഫ്റ്റർ 3 years അല്ലേ? 3 വർഷം കഴിഞ്ഞ് ഉള്ള ഒരു റിലേഷനാണ് പറയുന്നത്. അതിൽ ആരുടെ നമുക്ക് അസ്യൂം ചെയ്യാം? ഈ ടൈംസ് പറയുമ്പോൾ ഓർക്കുക, 3 times ഹെർ പ്രസൻറ്റ് ഏജ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. നേഹയുടെ ഏജ് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ, അതായത് 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ അമ്മയുടെ വയസ്സ് എന്തായിരിക്കും? 2 വർഷം കഴിഞ്ഞിട്ട് അവളുടെ ഏജിൻ്റെ 3 ഇരട്ടിയാണ്, 3 times ആണ് മദറിൻ്റെ ഏജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എക്സ് ആണെങ്കിൽ ഇത് 3x ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, എപ്പോഴത്തെ അത്? ആഫ്റ്റർ 3 അല്ല 2 ആണ്. ആഫ്റ്റർ 2 years, 2 years കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടി. ഇനി ഇപ്പം ഞാൻ പറയുക 2 years കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് 15 വയസ്സാണ് എങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും? 15-ന്ന് 2 നമ്മൾ കുറച്ചാൽ മതി അല്ലേ? 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 15 വയസ്സാണെങ്കിൽ ഇപ്പോൾ എൻ്റെ എത്ര വയസ്സാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 15-ന്ന് നമ്മൾ 2 കുറയ്ക്കുക, 13 ആയിരിക്കും അല്ലേ? അതേപോലെ 2 വർഷങ്ങൾക്ക് ശേഷം നേഹയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ പ്രസൻറ്റ് ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും? x-2 ആയിരിക്കും അല്ലേ? മദറിൻ്റെ വയസ്സ് എന്തായിരിക്കും? 3x-2 ആയിരിക്കും. ക്ലിയർ ആണോ? ഈ മദറിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട് കണ്ടോ? ഈസ് പ്രസൻറ്റ് നേഹയുടെ അമ്മയുടെ വയസ്സ് 43 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3x-2 എന്ന് പറയുന്നതാണ് 43. ക്ലിയർ ആണോ? ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? എന്ത് ചെയ്യണം? ഇതാണ്ട് 3x = ഈ 2 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ? 43 + 2, that is 3x = 45. That is x will be equal to 45/3, that is 15 അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 15 എന്ന് വന്നു. ഇനി ചോദിക്കുന്നത് നോക്കിയേ, വാട്ട് ഈസ് നേഹാസ് പ്രസൻറ്റേജ്? നേഹയുടെ പ്രസൻറ്റേജ് എന്താ? പെട്ടെന്ന് ആൻസർ 15 എന്ന് മാർക്ക് ചെയ്യരുത്, ഓപ്ഷനിൽ കിടപ്പുണ്ട്, നോക്കിക്കോണം. പ്രസൻറ്റേജ് എന്താ? x-2 ആണ്. ഇത് 2 വർഷത്തിന് ശേഷം കിട്ടിയതാ അല്ലേ? പ്രസൻറ്റേജ് x-2. സോ പ്രസൻറ്റേജ് ഓഫ് നേഹ 15 - 2, that is 13. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ഡി 13 years. ഓക്കെ ആണോ? നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ 2 വർഷത്തിന് ശേഷമുള്ള ഏജ് അസ്യൂം ചെയ്ത് പോയേക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോയ് ഈസ് നൗ 1/3 as old as his father. 12 years hence after, he will be half as old as his father. Find the percentage of the boy. അപ്പോൾ ഇവിടെ ആരെയൊക്കെ പറ്റിയാണ് പറയുന്നത്? ഒരു ബോയ് ഉണ്ട്, ഒരു ഫാദർ ഉണ്ട് അല്ലേ? ബോയ് ഈസ് 1/3 as old as his father. പറയുന്നത് ഇങ്ങനെയാണ്, ബോയ് ഈസ് 1/3 ഓഫ് ഫാദർ. ഫാദറിൻ്റെ ഏജിൻ്റെ 1/3 ആണ് ബോയ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഫ്രാക്ഷൻ വരുത്താതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ? ഈ 3 ഇവിടോട്ട് ചെയ്താൽ f = 3b എന്ന് എഴുതിക്കൂടായോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാദറിന് എക്സ് എന്ന് അസ്യൂം ചെയ്താൽ ബോയ്ക്ക് 1/3x അങ്ങനെയും കൊടുക്കാം. ഇനി ഫ്രാക്ഷൻ ആവാതിരിക്കാൻ നിങ്ങളൊന്നും ചെയ്താൽ മതി. അതായത് ഇതിങ്ങനല്ലേ, f/3 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × b = 1 × f, ദാറ്റ് ഈസ് f = 3b. അതായത് ഫാദറിൻ്റെ ഏജ് ബോയിയുടെ 3 ഇരട്ടിയാണ്. അത് തിരിച്ചു പറഞ്ഞേക്കുക, ഫാദറിൻ്റെ ഏജ് ബോയിയുടെ 3 ഇരട്ടിയാണ് എന്ന് പറയുന്നതിന് പകരം തിരിച്ചു പറഞ്ഞു ബോയിയുടേത് 1/3 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനാണെങ്കിൽ നമുക്ക് ചെയ്യാം, ബോയിയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ വയസ്സ് 3x എന്ന് എഴുതാം.
ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് x/3 അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഫ്രാക്ഷൻ ആകുന്നതിലും അല്ലാത്തത് ചെയ്യാനല്ലേ നമുക്ക് എളുപ്പം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ പ്രസന്റിലെ കേസ് കിട്ടി. ഇനിയും പറയുന്നത് എന്താ? 12 years ഹെൻസ്, 12 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഇവിടെ പ്രായം എഴുതാം. ആഫ്റ്റർ 12 years ബോയിയുടെ പെർസെൻറ്റേജ് എക്സ് ആണ്. 12 വർഷം കഴിയുമ്പോൾ എന്താ? എക്സ് പ്ലസ് 12. ഇവിടെ വന്നിട്ടോ 3x പ്ലസ് 12. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ പറയുന്നത്? 12 years ഹെൻസ് ഹി വിൽ ബി ഹാഫ് ആസ് ഓൾഡ് ആസ് ഹിസ് ഫാദർ. ബോയിയുടെ വയസ്സെന്ന് പറയുന്നത് ഫാദറിൻ്റെ ഹാഫ് ആണെന്ന് അല്ലേ? ബോയിയുടെ വയസ്സ് ഹാഫ് ഓഫ് ഫാദറിൻ്റെ വയസ്സാണ്. എപ്പോഴാണ്? 12 വർഷം കഴിഞ്ഞിട്ട്. 12 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സെന്ന് എഴുതിയേ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 12 ഈക്വൽ ടു 1/2 3x പ്ലസ് 12 ആണെന്ന്. ക്ലിയർ ആണോ? ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × x പ്ലസ് 12 ഈക്വൽ ടു 3x പ്ലസ് 12. ഓക്കെ, 2x പ്ലസ് 24 ഈക്വൽ ടു 3x പ്ലസ് 12. സോൾവ് ചെയ്ത് എക്സ് ഒരു സൈഡിലേക്ക് പോയാൽ 3x മൈനസ് 2x, ഈ 12 ഇവിടെ വന്നാൽ 24 മൈനസ് 12. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 12. എക്സിൻ്റെ വാല്യൂ 12 കിട്ടി. ഇനി ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ബോയി. ബോയിയുടെ പെർസെൻറ്റേജ് എക്സ് തന്നെയാണ്. സോ 12 years. ഓപ്ഷൻ എ 12 years. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The age of two persons differ by 20 years. If 5 years ago, the elder one will be 5 times as old as the younger one. Find the present age of the elder one. ഇവിടെയും എത്ര പേരുണ്ട്? 2 പേരെ പറ്റി പറയുന്നുണ്ട്. ഒരു എൽഡറും ഉണ്ട്, ഒരു യങ്ങറും ഉണ്ട് അല്ലേ? 2 പേരുടെയും ഏജ് ഡിഫറൻസ് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 years ago, 5 വർഷം മുന്നേ പറയുന്നത് എന്താണ്? എൽഡർ വൺ വിൽ ബി 5 times ആസ് ഓൾഡ് ആസ് യങ്ങർ വൺ. അപ്പോൾ യങ്ങർ വണ്ണ് ഞാൻ എക്സ് എടുത്താൽ എൽഡർ വൺ എന്താ? 5 times ആണ്, 5x. ഇത് എപ്പോഴത്തെയാ? 5 years ago. എങ്കിൽ പ്രസന്റ് എന്തായിരിക്കും? 5 വർഷം മുന്നേ 5x ആണെങ്കിൽ പ്രസന്റ് 5x പ്ലസ് 5 ആയിരിക്കും അല്ലേ? 5 വർഷം മുന്നേ എനിക്ക് 15 ആണെങ്കിൽ ഇപ്പം 15 + 5 20 അല്ലേ? അതേപോലെ +5. ഇവിടെ വന്നിട്ടോ എക്സ് പ്ലസ് 5 ആയിരിക്കും. ഇവരുടെ ഡിഫറൻസ് എത്ര എന്നാ പറയുന്നത്? 20 years. പ്രസന്റ് ഏജ് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഏത് ഡിഫറൻസ് 20 ആണെന്ന്. അപ്പോൾ ചെയ്തേ 5x പ്ലസ് 5 മൈനസ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 20. സോൾവ് ചെയ്യാമല്ലോ. മൈനസ് അകത്തോട്ട് കയറ്റിയേ. 5x പ്ലസ് 5 മൈനസ് എക്സ് മൈനസ് 5 ഈക്വൽ ടു 20. ദറ്റ് ഈസ് 5x മൈനസ് എക്സ് 4x. ഇതും കട്ടായി പോയല്ലോ. ഈക്വൽ ടു 20. ദറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 20/4 5. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദ എൽഡർ വൺ. എൽഡർ വണ്ണിൻ്റെ പെർസെൻറ്റേജ് എന്താ? 5x പ്ലസ് 5 അല്ലേ? ദറ്റ് ഈസ് 5 × 5 പ്ലസ് 5. 25 പ്ലസ് 5 30. ക്ലിയർ ആണോ? എന്ത് വന്നു? 30 years. ഓക്കെ ആണോ? പിന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.